മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ പാഠഭാഗത്തെ ബയോളജിയുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ വൈ ക്ലാസിഫിക്കേഷൻ എന്ന പാഠഭാഗത്തിൽ തരംതിരിക്കുന്നത് എന്തിന് എന്ന പാഠഭാഗത്തിൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് തരംതിരിക്കലുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ടാക്സോണമി എന്ന് പറയുന്ന ശാഖ എന്താണ്, അതിന്റെ ധർമ്മം എന്താണ്, ആ തരംതിരിക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞന്മാർ, സയന്റിസ്റ്റുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ എന്തെല്ലാം സംഭാവനകളാണ് നമുക്ക് നൽകിയത്. അരിസ്റ്റോട്ടലിനെ കുറിച്ചും തിയോഫ്രാസ്റ്റസിനെ കുറിച്ചും ചരകൻ, അതേപോലെ കോൾ ലിനിയസ് എന്നിങ്ങനെയുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം കോൾ ലിനിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനിൽ നിന്ന് തന്നെ നമുക്ക് ഇന്ന് ആരംഭിക്കാം. കോൾ ലിനിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ നമ്മൾ ആധുനിക ടാക്സോണമിയുടെ, വർഗീകരണ ശാസ്ത്രത്തിന്റെ, മോഡേൺ ടാക്സോണമിയുടെ പിതാവായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. അതിനുള്ള കാരണം എന്ത് എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ജീവജാലങ്ങളെ വർഗീകരിക്കുന്നതിന് ആവശ്യമായ ഡിഫറന്റ് ലെവൽസ്, ഹൈറാർക്കി, ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയുണ്ട്. ആ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ടാക്സോണമിയുടെ അല്ലെങ്കിൽ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കി. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു തന്ന ആ വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് അതിന്റെ പേരുകൾ ശ്രദ്ധിക്കാം. അത് ഈ ഓർഡറിൽ തന്നെയാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്ന പേര് കിങ്ഡം, അടുത്തതിനെ വിളിക്കുന്നു ഫൈലം, അടുത്തത് ക്ലാസ്, അടുത്തത് ഓർഡർ, അടുത്തത് ഫാമിലി, അടുത്തത് ജീനസ്, അടുത്തത് സ്പീഷീസ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇങ്ങനെ ഇത്രയും ക്ലാസിഫിക്കേഷൻ ലെവലുകളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ജീവിയെ വർഗീകരിക്കുന്ന സമയത്ത് ആ ജീവി ഏതു കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു, ഏത് ഫൈലത്തിൽ ഉൾപ്പെടുന്നു, ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു, ഏത് ഓർഡറിൽ ഉൾപ്പെടുന്നു, ഏത് ഫാമിലിയിൽ ഉൾപ്പെടുന്നു, ഏത് ജീനസിൽ ഉൾപ്പെടുന്നു, ഏത് സ്പീഷീസിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ എന്ന് എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നു? ഇനി എന്താണ് ഈ വാക്കുകൾ? എന്താണ് കിങ്ഡം, എന്താണ് ഫൈലം, എന്താണ് ക്ലാസ്, എന്താണ് ഓർഡർ, എന്താണ് ഫാമിലി, ജീനസ് എന്താണ്, സ്പീഷീസ് എന്താണ്, ഇത് നമുക്കറിയണം. ഈ ഓരോ ടേമുകളും നമുക്ക് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇതിലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. Here the species is the basic level of classification. വർഗീകരണ തലത്തിലെ ഏറ്റവും താഴത്തെ തലമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്ന സ്പീഷീസ്. അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം. സ്പീഷീസിൽ നിന്ന് മുകളിലേക്ക് തുടങ്ങാം. ഓരോ തലങ്ങളും എന്തൊക്കെയെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. നോക്കിക്കോണേ പറയുന്നത്, നോക്കിക്കോണേ. അക്കോർഡിംഗ് ടു ബയോളജിക്കൽ ഡെഫിനിഷൻ, ബയോളജി പരമായ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, സ്പീഷീസ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. They can produce fertile offsprings through sexual reproduction. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ കൂടി പ്രത്യുൽപാദന ശേഷിയുള്ള പുതിയ സന്താനങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിവുള്ള ജീവജാലങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഷീസ് എന്ന് വിളിക്കും. അങ്ങനെ തന്നെയാണ് നമ്മുടെ പുസ്തകത്തിൽ കിടക്കുന്നത്. അക്കോർഡിംഗ് ടു ബയോളജിക്കൽ ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്പീഷീസ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. They produce fertile offsprings through sexual reproduction. Fertile offsprings, പ്രത്യുൽപാദന ശേഷിയുള്ള പുതിയ തലമുറകളെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നു. എന്തിൽ കൂടി? ലൈംഗിക പ്രത്യുൽപാദനത്തിൽ കൂടി പ്രത്യുൽപാദന ശേഷിയുള്ള പുതിയ സന്താനങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിവുള്ള ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ കൂട്ടത്തെ നമ്മൾ, അല്ലെങ്കിൽ സ്പീഷീസ് എന്തെന്ന് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് പറയാം, സ്പീഷീസ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് ഓർഗാനിസം. ഒരേ വർഗത്തിൽപ്പെട്ട ജീവജാലങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഷീസ് എന്ന് നമുക്ക് വിളിക്കും. ഇനി ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാം. സ്പീഷീസ് ആണ് ബേസിക് ലെവൽ എന്ന് പറഞ്ഞു. സ്പീഷീസുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്? ജീനസുകൾ ഉണ്ടാകുന്നതെന്ന് പറയും. ജീനസുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഫാമിലി ഉണ്ടാകുന്നു. ഫാമിലികൾ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ഓർഡറുകൾ ഉണ്ടാകുന്നു. ഓർഡറുകൾ കമ്പൈൻ ചെയ്തതിൽ കൂടി ചേർന്ന് ക്ലാസ് ഉണ്ടാകുന്നു. ക്ലാസുകൾ കൂടി ചേർന്ന് ഫൈലംസ് ഉണ്ടാകുന്നു. ഫൈലംസ് കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? കിങ്ഡം. കിങ്ഡം ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ക്ലാസിഫിക്കേഷൻ ലെവലാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? കിങ്ഡം എന്ന്. അപ്പൊ കിങ്ഡം എന്ന് പറയുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനും സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ കൂടി
പ്രത്യുൽപാദന ശേഷിയുള്ള പുതിയ തലമുറകളെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിവുള്ള ജീവജാലങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ അവരൊരു വിഭാഗമാണ്. ആ ഒരേ വർഗത്തിൽപ്പെട്ട ജീവജാലങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പേര് വിളിക്കുന്നു? സ്പീഷീസ് എന്ന് നമ്മൾ വിളിക്കും. സ്പീഷീസുകൾ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാകുന്നതാ പറഞ്ഞിരിക്കുന്നത്? ജീനസുകളും സിമിലർ സ്പീഷീസുകൾ കൂടിച്ചേർന്നിട്ട് ജീനസുകളും, ജീനസുകൾ കൂടിച്ചേർന്ന് ഫാമിലി, ഫാമിലികൾ കൂടിച്ചേർന്ന് ഓർഡർ, ഓർഡറുകൾ കൂടിച്ചേർന്ന് ക്ലാസ്, ക്ലാസ്സുകൾ കൂടിച്ചേർന്ന് ഫൈലം, ഫൈലങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നു കിങ്ഡങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളല്ല, അദ്ദേഹം പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കാൾ ലിനിയസ് നമുക്ക് പറഞ്ഞു തന്ന എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫറെന്റ് ലെവൽ ഓഫ് ഹൈറാർക്കി, വർഗീകരണ തലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. ഇനി നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ തന്നെ ഒരു അഭിപ്രായം ഒന്ന് എടുക്കാം. പുള്ളിക്കാരനെ നമ്മൾ ടാക്സോണമിയുടെ പിതാവായിട്ട് കണക്കാക്കാനുള്ള മാർഗങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. മറ്റൊന്ന് അദ്ദേഹം നമുക്കൊരു എന്താണ് നെയിമിംഗ് മെത്തേഡ് പറഞ്ഞിരിക്കുന്നുണ്ടായി. ബൈനോമിയൽ നോമൻക്ലേച്ചർ, സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് ഒരു ജീവിക്ക് പേര് കൊടുക്കുവാൻ അദ്ദേഹം ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു മെക്കാനിസം നമുക്ക് പറഞ്ഞിരിക്കുകയുണ്ടായി. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന പ്രവർത്തനം. നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്ന പ്രവർത്തനത്തെ കുറിച്ചാണ്. എന്താണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ? എന്താണ് ഈ ദ്വിനാമ പദ്ധതി? എങ്ങനെയാണ് ഒരു ജീവിക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രകാരം എന്ത് കൊടുക്കുന്നത്, പേര് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ജീവജാലങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് പേര് നൽകുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കോളിനിയസ് ആണ് നമുക്ക് ഈ ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന പ്രവർത്തനം നമുക്ക് പറഞ്ഞു തന്നത്. ഈ കോളിനിയസിന്റെ അഭിപ്രായ പ്രകാരം ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രകാരം ഒരു ജീവിക്ക് നമ്മൾ ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 വേർഡുകൾ കൂടി ചേർത്തിട്ടാണ് ആ ഒരു ജീവിക്ക് ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കുന്നത്. എന്തിനാണ് ഇനി ജീവികൾക്ക് ശാസ്ത്രീയമായി പേര് നൽകുന്നത്? സാധാരണയുള്ള പേര് പോരെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പല, ഫോർ എക്സാമ്പിൾ നമ്മൾ കപ്പയ്ക്ക എന്ന് പറയുന്ന ഘടകം, അത് നമ്മൾ കപ്പയ്ക്ക എന്ന് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചിലതിനെ പപ്പായ എന്ന് പറയുന്നുണ്ട്, ചിലടത്ത് കപ്ലങ്ങ എന്ന് പറയുന്നുണ്ട്, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ദേശങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ലോക്കൽ നെയിമുകളിൽ, നമ്മുടെ പ്രാദേശിക പേരുകളിൽ എന്തുണ്ടായേക്കാം? മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇത് ഒരു ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ അതിന് പേര് നൽകുന്നത് എങ്കിൽ എക്കാലവും ഏത് സ്ഥലത്ത് ചെന്നാലും അതിന് ഒറ്റ സയന്റിഫിക് നെയിമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിന് എന്തുണ്ടാകത്തില്ല? മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇപ്പൊ ജീവജാലങ്ങളെ വളരെ വേഗത്തിൽ, ഇപ്പം പപ്പായ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പപ്പായ എന്ന പേര് അറിയില്ല. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ പപ്പായ എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മളോടത് കപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയേക്കും. പക്ഷെ അങ്ങനല്ല, സയന്റിഫിക് നെയിം ആണെങ്കിൽ ഇനി ഈ ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് ചെന്നാലും ഈ ജീവജാലങ്ങളുടെ എല്ലാം സയന്റിഫിക് നെയിം എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. അപ്പം ജീവജാലങ്ങളെ വളരെ വേഗത്തിൽ തിരിച്ചറിയുവാനായിട്ടാണ് നമ്മൾ അവർക്ക് എന്ത് നൽകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രീയമായിട്ട് നമ്മൾ എന്ത് നൽകുന്നത്? പേര് നൽകുന്നത്. അപ്പം കോളിനിയസിന്റെ അഭിപ്രായ പ്രകാരം ശാസ്ത്രീയമായിട്ട് പേര് നൽകുവാനുള്ള ഒരു മാർഗമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം. അദ്ദേഹം തന്നെ പറയുന്നു നമ്മുടെ വൈഡ്ലി ലോകമെമ്പാടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്ന പ്രവർത്തനം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രകാരം ഒരു ജീവിക്ക് പേര് നൽകുമ്പോൾ ആ സയന്റിഫിക് നെയിമിന് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 ഭാഗങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ആ ജീവിക്ക് എന്ത് നൽകുന്നത്? പേര്. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എടുക്കുന്നു. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം നോക്കുക, ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് എന്നാണ് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം. ഇതിന് 2 ഭാഗങ്ങൾ, ഹോമോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗവുമുണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ജീനസ് നെയിം, ജീനസ് നാമമെന്നും, രണ്ടാമത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പീഷീസ് നാമം എന്നാണ്. അപ്പം ശാസ്ത്രീയ നാമം കൊടുക്കുമ്പോൾ ആദ്യം ഏത് നാമം ഏതായിരുന്നത്? ജീനസ് നാമവും തുടർന്ന് ഏതെഴുതണം? സ്പീഷീസ് അല്ല ആദ്യം കൊണ്ടുവെക്കേണ്ടത്. അപ്പൊ ഒരു ജീവിയുടെ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പൊ ഒരു ജീവിയുടെ ജീനസും സ്പീഷീസും അറിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിയുടെ ശാസ്ത്രീയ നാമം എഴുതാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എന്തൊക്കെ തമ്മിലെന്ന് കൂട്ടിച്ചേർത്ത് വെച്ചാൽ മതി. ആ ജീനസിന്റെ ഭാഗവും സ്പീഷീസിന്റെ ഭാഗവും കൂടെ എടുത്ത് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ആ ജീവിയുടെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം കിട്ടി. അപ്പൊ ആ പ്രകാരം മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹോമോ സാപ്പിയൻസ് എന്നാണ് മനുഷ്യന്റെ എന്തിരിക്കുന്നത്? ശാസ്ത്രീയ നാമം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പൊ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം അറിയണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്താൽ മതി? അതിന്റെ ജീനസ് നെയിം ആദ്യം എടുത്തു വെക്കുക, അതിന്റെ പുറകിൽ എന്തെടുത്ത് വെക്കുക? സ്പീഷീസ് നെയിം എടുത്തു വെക്കുക. ഈ 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശാസ്ത്രീയ നാമങ്ങൾ കിട്ടും.
നമ്മുടെ പുസ്തകത്തിനകത്ത് ഒട്ടനവധി ജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ഏതാനും ജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ, നമ്മുടെ പുസ്തകത്തിൽ കിടക്കുന്ന ഏതാനും ജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോണെ പറഞ്ഞിരിക്കുന്ന ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പുസ്തകത്തിൽ തന്നെ കിടക്കുന്ന കണിക്കൊന്ന എന്ന പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താണ് എന്ന് നോക്കാം. നമ്മുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്, അതിന്റെ സയന്റിഫിക് നോക്കുക. കാഷ്യ ഫിസ്റ്റുല. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. കാഷ്യ ഫിസ്റ്റുല കാണാതെ പഠിക്കേണ്ടതാണ്. പേരുകൾ കാണാതെ തന്നെ പഠിക്കണം. കാഷ്യ ഫിസ്റ്റുല പുസ്തകത്തിൽ കിടപ്പുണ്ട്. കൃത്യമായിട്ട് പുസ്തകത്തിൽ ആ ബൈനോമിയൽ നോമൻക്ലേച്ചറും തൊട്ട് മുന്നിൽ കിടപ്പുണ്ട്. കാഷ്യ ഫിസ്റ്റുല. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് 2-3 ജീവജാലങ്ങളുടെ എന്ത് ചോദിച്ചിരിക്കും? ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം എഴുതാൻ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് സയന്റിഫിക് നെയിം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്തോന്നാ പറഞ്ഞിരിക്കുന്നത്? കാഷ്യ ഫിസ്റ്റുല എന്നാണ് ആരുടെ ശാസ്ത്രീയ നാമം? കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. രണ്ടാമത്തെ ജീവിയെ നോക്കാം. ക്രോ. കാക്കയുടെ ശാസ്ത്രീയ നാമം കോർവസ് സ്പ്ലെൻഡൻസ് എന്നാണ് ആരുടെ ശാസ്ത്രീയ നാമം പറഞ്ഞിരിക്കുന്നത്? കാക്കയുടെ ശാസ്ത്രീയ നാമം. പേരുകൾ മറന്നു പോകരുത്. ആദ്യത്തെ ജീവി എന്താണ്? കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാഷ്യ ഫിസ്റ്റുല എന്നാണ്. അടുത്തത് ക്രോ. കാക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കോർവസ് സ്പ്ലെൻഡൻസ് എന്നാണ്. അടുത്തത് കൗ ആണ്. കൗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പശുവിന്റെ ശാസ്ത്രീയ നാമം ബോസ് ടോറസ്. TAURUS ബോസ് ടോറസ് എന്നാണ് ആരുടെ ശാസ്ത്രീയ നാമം നമുക്ക് പറയാൻ പറ്റുന്നത്? കൗവിന്റെ അല്ലെങ്കിൽ പശുവിന്റെ. അപ്പം 3 കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുന്നു ഈ ശാസ്ത്രീയ നാമങ്ങൾ. അപ്പൊ നോക്കി, ഇതിനെല്ലാം 2 ഭാഗങ്ങളുണ്ട്. കാഷ്യ ഫിസ്റ്റുല കണ്ടോ. അപ്പം കണിക്കൊന്നയുടെ ജീനസ് ഭാഗം എന്ന് പറഞ്ഞാൽ കാഷ്യയും, സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസ്റ്റുലയുമാണ്. ക്രോ ആകുമ്പോഴത്തേക്ക് കോർവസ് സ്പ്ലെൻഡൻസ്. അപ്പൊ കാക്കയുടെ ജീനസ് നെയിം എന്ന് പറഞ്ഞാൽ കോർവസും, സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡൻസും ആണ്. കൗവിന്റെ ആകുമ്പോഴത്തേക്ക് ജീനസ് ബോസും, സ്പീഷീസ് എന്താണ്? ടോറസും ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏതൊരു ജീവിക്ക് ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കുമ്പോഴും ഇതാണ് പരിപാടി. എങ്ങനെ? അതിന്റെ എന്തെടുത്ത് കൂട്ടിച്ചേർത്താൽ മതി? ജീനസ് നെയിം എടുത്ത് ആദ്യം വെക്കുക, അതിനപ്പുറത്തോട്ട് കൊണ്ടുവന്ന് എന്തിനേയും വെക്കുക? സ്പീഷീസ് നെയിം. ജീനസും സ്പീഷീസും കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് അതിന്റെ എന്ത് കിട്ടിക്കഴിഞ്ഞു? ശാസ്ത്രീയ നാമം എന്ത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അത്തരത്തിൽ 3: കണിക്കൊന്ന, കാഷ്യ ഫിസ്റ്റുല, ക്രോ, കോർവസ് സ്പ്ലെൻഡൻസ്, കൗ എന്താണ്? ബോസ് ടോറസ്. അടുത്തത് നമുക്ക് ഇനി പറയേണ്ടത് ടൈഗർ ആണ്. ടൈഗർ നോക്കിക്കോണേ. പാന്തേറ ടൈഗ്രിസ് എന്നാണ് എന്തിന്റെ ശാസ്ത്രീയ നാമം നമ്മൾ പറയുന്നത്? ടൈഗറിന്റെ ശാസ്ത്രം. അടുത്ത നമുക്ക് ലയൺ നോക്കാം. ലയൺ പാന്തേറ ലിയോ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ടൈഗറിന്റെയും ലയണിന്റെയും എന്ത് സെയിം ആണ്? ജീനസ് ഭാഗം സെയിം ആണ്, അതേപോലെ. പക്ഷെ സ്പീഷീസ് എന്താണ്? വ്യത്യസ്തമാണ്. നമ്മുടെ പുസ്തകത്തിനകത്തൊരു 3 ജീവജാലങ്ങളുടെ വർഗീകരണ തലങ്ങൾ, അതായത് അത് ഏത് കിങ്ഡത്തിലാണ്, ഏത് ഫൈലത്തിലാണ്, ഏത് ക്ലാസ്സിലാണ്, ഏത് ഓർഡറിലാണ്, ഏത് ഫാമിലിയിലാണ്, അത് എഴുതാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യം അറിയണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. തൽക്കാലം ഇന്നിപ്പോ ഇത് പഠിക്കാം നമുക്ക്, അല്ലേ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു? കണിക്കൊന്ന കാഷ്യ ഫിസ്റ്റുല, ക്രോ കോർവസ് സ്പ്ലെൻഡൻസ്, കൗ ബോസ് ടോറസ്, ടൈഗർ പാന്തേറ ടൈഗ്രിസ്, ലയണ് പാന്തേറ ലിയോ. അടുത്ത് നോക്കിക്കോണേ, ക്യാറ്റ് ആണ്. ക്യാറ്റിനെ നോക്കിക്കോണേ. ഫെലിസ് ഡൊമസ്റ്റിക്കസ്. മനസ്സിലാവുന്നുണ്ടോ? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. അടുത്തതിനെ നമ്മൾ പറയാൻ പോകുന്നത് ഡോഗിനെ കുറിച്ചാണ്. ഡോഗ്, പട്ടി. ക്യാനിസ് ഫെമിലിയാരിസ് എന്നാണ് ആരുടെ ശാസ്ത്രീയ നാമം? ഡോഗിന്റെ ശാസ്ത്രീയ നാമം. അടുത്തത് നമുക്ക് വൂൾഫ് പറയാം. വൂൾഫ്. ക്യാനിസ് ലൂപ്പസ് എന്നാണ് എന്തിന്റെ ശാസ്ത്രീയ നാമം നമുക്ക് പറയാൻ പറ്റുന്നത്? വൂൾഫിന്റെ ശാസ്ത്രീയ നാമം ക്യാനിസ് ലൂപ്പസ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? സംശയം പറഞ്ഞത് ക്യാനിസ് ലൂപ്പസ് എന്നാണ്. അപ്പൊ എത്ര നോക്കി? കണിക്കൊന്ന കാഷ്യ ഫിസ്റ്റുല, ക്രോ കോർവസ് സ്പ്ലെൻഡൻസ്, കൗ ബോസ് ടോറസ്, ടൈഗർ പാന്തേറ ടൈഗ്രിസ്, ലയൺ പാന്തേറ ലിയോ, ക്യാറ്റ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്, ഡോഗ് ക്യാനിസ് ഫെമിലിയാരിസ്, വൂൾഫ് ക്യാനിസ് ലൂപ്പസ്. ദെൻ അടുത്തത് നമുക്ക് അറിയേണ്ടത് പീകോക്ക് ആകുമ്പോഴത്തേക്ക് പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് നമ്മുടെ പീകോക്കിന്റെ ശാസ്ത്രീയ നാമം നമ്മൾ പറയുന്നത്. ദെൻ അടുത്തത് നീമാണ്. നീം എന്താണ് നമുക്ക്? എന്താ നീം? നമ്മുടെ വേപ്പ്. നോക്കിക്കോണേ. അസഡറിറ്റ ഇൻഡിക്ക. മനസ്സിലാവുന്നു? അപ്പൊ ഇത്രയെങ്കിലും ജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. പരീക്ഷയ്ക്ക് നമുക്ക്
ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ഭാഗമാണ്. ഒന്നുകൂടെ പറയുന്നു. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല, ക്രോ ആവുമ്പോഴത്തേക്ക് കോർവസ് സ്പ്ലെൻഡൻസ്, കൗ ആവുമ്പോഴത്തേക്ക് ബോസ് ടോറസ്, ടൈഗർ പാന്തേറ ടൈഗ്രിസ്, ലയൺ ആകുമ്പോഴത്തേക്ക് പാന്തേറ ലിയോ, കാറ്റ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്, ഡോഗ് ക്യാനിസ് ഫെമിലിയാരിസ്, വൂൾഫ് ക്യാനിസ് ലൂപ്പസ്, പീകോക്ക് പാവോ ക്രിസ്റ്റാറ്റസ്, നീം ആകുമ്പോഴത്തേക്ക് അസഡറിക്റ്റ ഇൻഡിക്ക. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു 2-3 ജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമം എഴുതുവാനായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മുടെ കോൾ ലിനിയസിനെ മോഡേൺ ടാക്സോണമിയുടെ പിതാവായി കണക്കാക്കി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പിതാവായി കണക്കാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു. അദ്ദേഹം 2 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഒന്ന്, അദ്ദേഹം ഡിഫറൻറ്റ് ഹൈറാർക്കി ക്ലാസിഫിക്കേഷൻ ലെവലുകൾ നമുക്ക് പറഞ്ഞു തന്നു. രണ്ടാമത്തത് ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തന്നു. ശാസ്ത്രീയമായി പേര് കൊടുക്കാനുള്ള മാർഗത്തെ നമ്മൾ വിളിച്ചത് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്നാണ്. ഡിഫറൻറ്റ് ലെവലുകൾ ഏതൊക്കെയെന്ന് വെച്ചപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെ ഡിഫറൻറ്റ് ലെവലുകൾ പറഞ്ഞു. അതിൽ സ്പീഷീസ് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ബേസിക് ലെവലും കിങ്ഡം എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവലും ആണെന്ന് പറഞ്ഞു. സ്പീഷീസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കൂടി ഫർട്ടൈൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്, സ്പീഷീസ്. സ്പീഷീസുകൾ കൂടി ചേർന്ന് ജീനസുകൾ ഉണ്ടായിരുന്നു. ജീനസുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടായി, ഫാമിലികൾ ഉണ്ടായിരുന്നു. ഫാമിലികൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടായി, ഓർഡറുകൾ ഉണ്ടായിരുന്നു. ഓർഡറുകൾ കൂടി ചേർന്ന് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ക്ലാസ്സുകൾ കൂടി ചേർന്ന് ഫൈലങ്ങൾ ഉണ്ടായിരുന്നു. ഫൈലങ്ങൾ കൂടി ചേർന്ന് കിങ്ഡങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ വിളിച്ചു കിങ്ഡം ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഭാഗമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്, കിങ്ഡം. പിന്നീട് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാണ് ജീവജാലങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ജീവജാലങ്ങളെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ശാസ്ത്രീയ നാമമാകുമ്പോൾ എവിടെ ചെന്നാലും ഒറ്റ പേര് തന്നെയാണ്. അപ്പൊ ജീവജാലങ്ങളെ ഈസി ആയിട്ട് തിരിച്ചറിയുവാനായിട്ടാണ് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നത്, ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കുന്നത്. ശാസ്ത്രീയമായി പേര് കൊടുക്കുന്ന മെത്തേഡിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി. നമുക്ക് പറഞ്ഞു തന്നത് കോൾ ലിനിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമം, ബൈ എന്ന വാക്കിന്റെ അർത്ഥം 2, ദ്വിനാമം 2 നാമങ്ങൾ, 2 പേരുകൾ. ആദ്യത്തെ ഭാഗത്തെ ജീനസ് നാമമൊന്നും രണ്ടാമത്തെ സ്പീഷീസ് നാമമൊന്നും. ജീനസും സ്പീഷീസും കൂട്ടിച്ചേർത്തിട്ട് ഒറ്റ സയന്റിഫിക് നെയിമാക്കി നമുക്ക് എന്തെടുക്കാനും മാറ്റി എടുക്കാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം ജീനസ് നാമമാണ്, അടുത്ത എന്താണ്, സ്പീഷീസ് നാമമാണ്. തുടർന്ന് ജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമം. ആദ്യം നമ്മൾ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഹോമോ സാപ്പിയൻസ്. അടുത്തത് കണിക്കൊന്ന കാഷ്യ ഫിസ്റ്റുല, ക്രോ കോർവസ് സ്പ്ലെൻഡൻസ്, കവ് ബോസ് ടോറസ്, ടൈഗർ പാന്തേറ ടൈഗ്രിസ്, ലയൺ പാന്തേറ ലിയോ, കാറ്റ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്, ഡോഗ് ക്യാനിസ് ഫെമിലിയാരിസ്, വൂൾഫ് ക്യാനിസ് ലൂപ്പസ്, പീകോക്ക് പാവോ ക്രിസ്റ്റാറ്റസ്, നീം അസഡറിക്റ്റ ഇൻഡിക്ക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ആണ്, ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്ന രീതികളെ കുറിച്ചൊക്കെയാണ്. 3 ജീവജാലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ലെവലുകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ലെവലുകൾ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ കിങ്ഡത്തിനും ഫൈലത്തിനും ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇതിനെല്ലാം ഓരോ ഉദാഹരണങ്ങൾ പഠിക്കണം. ഉദാഹരണങ്ങളും അതിന്റെ സ്വഭാവങ്ങളും പഠിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിക്കാം.